الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه الفائزين برضا الله وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പ്രിയമുള്ള സഹോദരങ്ങളെ, IPF നരിക്കുനി ചാപ്റ്ററിൻ്റെ അടുത്ത ഒരു പ്രോഗ്രാം നൂറുൽ ഖുർആൻ പഠന ക്ലാസ് എന്ന പേരിൽ ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കട്ടെ എന്ന് ആദ്യമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീനഹ വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ കുറേ ആളുകൾ ഒരുമിച്ച് കൂടി അവർ അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നു. അതിനുശേഷം അവർക്കിടയിൽ അത് ദർസ് നടത്തുന്നു. ആ ഖുർആൻ പഠനം നടക്കുന്നു. എന്നാൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സക്കീനത്തിൻ്റെ മലക്കുകൾ അവരിലേക്ക് വരും. എന്നിട്ട് വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം അവരെ പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ വളയും. റഹ്മത്തിൻ്റെ മലക്കുകൾ അവരെ വളയും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹു അവൻ്റെ അടുത്തുള്ള മലക്കുകളുടെ കൂട്ടത്തിലായി അവരെ അനുസ്മരിക്കുകയും ചെയ്യും.
വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനും പഠിക്കുന്നതിനുമുള്ള സംഘടിത ശ്രമത്തെ പ്രത്യേകം ഉയർത്തിക്കാട്ടുന്ന ഒരു തിരുവചനമാണിത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടിയാണെങ്കിൽ അത് അള്ളാഹു എത്രമാത്രം തൃപ്തിപ്പെടുന്നുണ്ടെന്നും അതുമൂലം അവർക്ക് എന്തുമാത്രം അനുഗ്രഹം ലഭിക്കുന്നുവെന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള പരിപാവനമായ ഒരു ശ്രമത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മുടെ നിയ്യത്തുകളൊക്കെ നന്നാക്കുക. നാം പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ ഈ കിതാബ് നമ്മുടെ കൈവിൽപ്പെട്ടിടത്തിലോളം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അവൻ്റെ ആയത്തുകൾ, അവൻ നമ്മോട് പറയുന്ന കാര്യങ്ങൾ സാധിക്കുന്നത്ര മനസ്സിലാക്കുക എന്നൊരേ ഒരു ഉദ്ദേശമാണ് ഈ ക്ലാസ്സിലൂടെ നമുക്കുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന നിയ്യത്തോടെ തന്നെ ക്ലാസ് കേൾക്കുക, ശ്രദ്ധിക്കുക. ഏതൊരു കാര്യത്തിനും ആദ്യം തന്നെ നിയ്യത്ത് ശരിയാവണമല്ലോ. നിയ്യത്ത് നല്ലത് എങ്കിലെന്തും ചെയ്യടോ, തൗഫീക്ക് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ എന്ന് താഴ്വ പറഞ്ഞതോർക്കുന്നു. അപ്പം അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ നിയ്യത്ത് ആദ്യം നല്ലതായിരിക്കണം. അപ്പോൾ ആ നല്ല നിയ്യത്തോടു കൂടി തന്നെയാണ് IPF-ൻ്റെ നേതാക്കളൊക്കെ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടത് എന്ന് മനസ്സിലാക്കി എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ഏറ്റു എന്ന് മാത്രം. ഒരുപക്ഷെ ശ്രോതാക്കളിൽ ഈ ക്ലാസ് എടുക്കാൻ എന്നേക്കാൾ യോഗ്യരും കഴിവുള്ളവരുമായ ധാരാളം പേരുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർ അവരുടെ അഭിപ്രായങ്ങളും തിരുത്തലുകളുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് വിനയത്തോടെ ആദ്യമായി അപേക്ഷിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായ, നേരത്തെ ഖുർആൻ ആശയങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ അതിന് ഒരുമ്പെടുകയോ ചെയ്യാത്തവരായ ആളുകളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ ദർസിലൊക്കെ പോവുകയും കിതാബുകളൊക്കെ പഠിക്കുകയും ഏറെക്കുറെയൊക്കെ അത്യാവശ്യം മനസ്സിലാക്കിയവരെ ഉദ്ദേശിച്ചു കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ, അവർക്ക് അത്യാവശ്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർക്കുള്ള ക്ലാസ് എടുക്കേണ്ട രൂപത്തിലല്ല എന്നർത്ഥം. അവരെ ഉദ്ദേശിച്ചു അല്ല ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പണ്ഡിതന്മാർക്കൊക്കെ ആവശ്യമായ ഇടപെടലുകൾ നടത്താവുന്നതും ആണ്.
പിന്നെ വിശുദ്ധ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടേതായ അഭിപ്രായങ്ങളോ വ്യാഖ്യാനങ്ങളോ അതിന് നൽകുന്നത് പറ്റില്ല. മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ വിശുദ്ധ ഖുർആൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിശദീകരിച്ചത്. സ്വന്തം മനസ്സിലാക്കാതെ മുത്തുനബിയുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും നോക്കി മാത്രം ഖുർആനിനെ പഠിച്ചവരായിരുന്നു സഹാബത്ത്. അല്ലാതെ ഭാഷാപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന അന്നത്തെ സമൂഹത്തിൽ വിശുദ്ധ ഖുർആൻ അവരുടെ ഭാഷയായ അറബിയിൽ ഇറങ്ങുമ്പോൾ സ്വന്തമായി അവർക്ക് പലതും മനസ്സിലാകും, അക്കാര്യം ഉറപ്പാണ്. പക്ഷേ തങ്ങൾക്ക് മനസ്സിലായതല്ല അതിൻ്റെ വിശദീകരണം വ്യാഖ്യാനവും എന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിശദീകരിക്കുന്നത് വരെ കാത്തിരിക്കുകയുമായിരുന്നു സഹാബത്ത് ചെയ്തിരുന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരം ചരിത്രങ്ങളിലേക്ക് നീട്ടി ഇപ്പം സംസാരിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ വിഷയവുമല്ല. അപ്പം അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും ലളിതമായ മറുപടി മുത്തുനബിയുടെ ജീവിതം എന്നാണ്. ഒരിക്കൽ ആയിഷ ബീവിയോട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മഹദി അവറുകൾ പറഞ്ഞത് കാന ഖുലുഖുൽ ഖുർആൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി നബിയുടെ സ്വഭാവം വിശുദ്ധ ഖുർആനാണെന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം. ആ നബിയുടെ ജീവിതം സഹാബത്ത് കാണുകയും മനസ്സിലാക്കുകയും പകർത്തുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞതും പ്രവർത്തിച്ചതും വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമായി. പിൽക്കാല അയിമ്മത്തുകളും ആ സഹാബത്ത് ഓരോ ആയത്തിനും നൽകിയ വിശദീകരണങ്ങൾ ക്രോഡീകരിക്കുകയും അങ്ങനെ തഫ്സീർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ അത് സഹാബത്ത് മനസ്സിലാക്കിയ നബിയിൽ നിന്ന് കണ്ടുപിടിച്ച ആ ചര്യകൾ ആയി മാറുകയും ചെയ്തു എന്ന് ചുരുക്കി പറയാം. അല്ലാതെ ഒരു ഡിക്ഷണറി വെച്ച് അറബിയിലെ ഓരോ പദത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് നോക്കി അത് അതിൻ്റെ വ്യാകരണശാസ്ത്രവും അതുപോലെ മറ്റ് സാഹിത്യ ശാസ്ത്രവുമൊക്കെ പഠിച്ച് ആ സാഹിത്യ നിയമങ്ങൾ വെച്ചുകൊണ്ട് ആ ഡിക്ഷണറിയും മുമ്പിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന് അർത്ഥം പറയുന്നതോ വ്യാഖ്യാനം നൽകുന്നതോ ഇസ്ലാമികമല്ല, അത് ശരിയുമല്ല. അങ്ങനെ ഖുർആൻ വിശദീകരിക്കാൻ സാധ്യവുമല്ല. അങ്ങനെ ഒരാൾ സ്വന്തം അഭിപ്രായം വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമായി പറഞ്ഞാൽ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ, അയാളുടെ ഇരിപ്പിടം നരകത്തിൽ നിന്ന് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന താക്കീത് നേരത്തെ തന്നെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുമുണ്ട്. ആ നിലക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളോ വിശദീകരണങ്ങളോ
ഒരിക്കലും നാം വിശുദ്ധ ഖുർആനിന് നൽകുകയില്ല. മറിച്ച് കൈമാറി വന്ന ആ പരമ്പരാഗത വ്യാഖ്യാനവും വിശദീകരണവും എന്തോ അതുമാത്രം മുത്തുനബിയിലെത്തുന്ന വിശദീകരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ, അതുമാത്രമാണ് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് പറയാൻ കാരണം ഇന്ന് പലരും പലതരത്തിലുള്ള ഖുർആൻ വ്യാഖ്യാനം നടത്തുന്നുണ്ട്. അത് ഇപ്പറഞ്ഞ അതിരുകൾ ലംഘിക്കുന്നതായും കാണുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും ആ രീതിയിലേക്ക് മാറുകയില്ല എന്ന് ആദ്യമായി നാം തീരുമാനിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നറിയുന്ന നാം അതർഹിക്കുന്ന ബഹുമാനത്തോടെയും അതർഹിക്കുന്ന ഗൗരവത്തോടെയും തന്നെ അതിനെ കാണുകയും ചെയ്യേണ്ടതുണ്ട്. ഏതൊരാൾ ഖുർആനിന് വിശദീകരണം നൽകിയാലും അതൊരിക്കലും ഇതേയുള്ളൂ ഇതിൻ്റെ ആശയം എന്ന് മനസ്സിലാക്കാൻ പാടില്ല. ലോകത്ത് കഴിഞ്ഞുപോയ മുഫസ്സിറുകളെല്ലാം ധാരാളം തഫ്സീറുകൾ വിശുദ്ധ ഖുർആനിന് നൽകിയിട്ടുണ്ട്. നിയമപ്രകാരമുള്ള സ്വീകാര്യയോഗ്യമായ തഫ്സീറുകൾ തന്നെ എടുത്തു നോക്കിയാലും ആ തഫ്സീറുകളൊക്കെ എഴുതിയവർക്ക് പറയാനുള്ളത് ഇത് എവിടെയും എത്തിയിട്ടില്ല, ഇത്രേ നമ്മൾക്ക് സാധിച്ചിട്ടുള്ളൂ എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കലാമിന് ഇത്രയേ അർത്ഥമുള്ളൂ എന്ന് നാം ഏതെങ്കിലും ഒരാശയം വ്യക്തമാക്കുമ്പോൾ ആരും ധരിച്ചു പോകണ്ട എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. മറിച്ച് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റിയ ലളിതമായ ഒരു ആശയം അതുമാത്രം സമർപ്പിക്കുക. കൂടുതൽ മനസ്സിലാക്കാനും വിശദീകരിക്കാനും കൂടുതൽ പഠനം നടത്താനും പ്രോത്സാഹനം നൽകുക എന്നുള്ളത് മാത്രമാണ് ഈ ക്ലാസിൻ്റെ ഉദ്ദേശം. അപ്പം നാം വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തിനോ ഒരു സൂറത്തിനോ ഉള്ള ആശയം പറഞ്ഞാൽ അത് പൂർണ്ണമായി ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കരുത് എന്ന ബോധം എപ്പോഴും നമുക്കുണ്ടാവണം എന്ന് ചുരുക്കം. പിന്നെ വിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കിനും ഓരോ ആയത്തുകൾക്കുമൊക്കെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമുണ്ട്. എന്ന് വെച്ച് ഖുർആനിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടാത്തതോ ഉണ്ട് എന്നാരും ധരിച്ചു പോകരുത്. അള്ളാഹ് തന്നെ വ്യക്തമാക്കിയല്ലോ, ഈ കിതാബ് അള്ളാഹുവിൽ നിന്നുള്ളതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നത് വിശദീകരണങ്ങൾ നൽകുന്നതും അങ്ങനെയൊക്കെ അതിന് അർത്ഥമാകാം എന്നതുകൊണ്ടാണ്. അതൊക്കെയും ഓരോ ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് കണ്ടുപഠിച്ചതും മനസ്സിലാക്കിയതുമായ വ്യാഖ്യാനങ്ങളുമാണ്. അപ്പോൾ ആ നിലക്ക് ഈ ക്ലാസ്സിനെ സമീപിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നാം ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായി നമ്മുടെ നിസ്കാരത്തിലും ദൈനംദിന ചര്യകളിലുമൊക്കെ നാം കൂടുതലായി പാരായണം ചെയ്യുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ, അതുപോലെ നിത്യം പതിവാക്കൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകൾ, അതിൻ്റെയൊക്കെ ഒരു ഏകദേശ ആശയം നൽകലാണ് ആദ്യമായി ഉദ്ദേശിക്കുന്നത്. കാരണം നാം ചെയ്യുന്ന അനുഷ്ഠാനങ്ങളിൽ അത് കൂടുതൽ നമുക്ക് ഉൾക്കാഴ്ചയുള്ളതാക്കും. അറിഞ്ഞുകൊണ്ട് നാം അർത്ഥം അറിഞ്ഞുകൊണ്ട് അല്ലെ ആശയം അറിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം നടത്തുക എന്ന് പറഞ്ഞത് വലിയ പുണ്യമുള്ളതും പലതരത്തിലുള്ള അള്ളാഹുവിൻ്റെ ദറജകൾക്ക് കാരണമാകുന്നതുമാണ് അത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നാം നിത്യം പതിവാക്കുന്ന സൂറത്തുകളുടെയൊക്കെ ഒരു ഏകദേശ ധാരണ ഓതുന്നവർക്കൊക്കെ ഉണ്ടായിത്തീരുന്നത് വളരെ അഭികാമ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് ആദ്യം അവ തിരഞ്ഞെടുക്കുന്നത്. അതിൽ തന്നെ ഒന്നാമതായി നാം എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ, വിശുദ്ധ ഖുർആനിലെ ആളമു സൂറത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട വണ്ണമായ സൂറത്ത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഒരിക്കൽ റാഫി ബിനുൽ മുഅല്ല റളിയല്ലാഹു അൻഹു തങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഅല്ലിമുക അഅലമ സൂറത്തിൻ ഫിൽ ഖുർആൻ ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്. ശുദ്ധ ഖുർആനിലെ ആഴമായ സൂറത്ത്, ഏറ്റവും വണ്ണമായ സൂറത്ത് നീ പള്ളിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഫഅഖദ ബിയദി, റാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി എൻ്റെ കയ്യങ്ങ് പിടിച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. ഫലമ്മ അറദ്ന അൻ നഖ്റുജ, ഞങ്ങൾ പിരിയാൻ ഉദ്ദേശിച്ചപ്പോൾ കുൽത്തു, ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നക കുൽത ല ഉഅല്ലിമന്നക അഅലമ സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും ആഴമായ സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് തങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്ന് ഞാൻ ഉണർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അളീം അല്ലദീ ഊതീതുഹു. അതേതാണെന്നറിയാമോ? അത് സൂറത്തുൽ ഫാത്തിഹയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സബ്ഉൽ മസാനി, 7 ആയത്തുകളുണ്ടല്ലോ, ആവർത്തിച്ചോദപ്പെടുന്ന 7 ആയത്തുകൾ അടക്കുന്ന ആ ഫാത്തിഹ സൂറത്ത്, അതാണ് ഖുർആനുൽ അളീം അല്ലദീ ഊതീതുഹു. എനിക്ക് നൽകപ്പെട്ട ഖുർആനുൽ അളീം അത് തന്നെയാണ്.
ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, വിശുദ്ധ ഖുർആനിലെ ആകെ ആശയങ്ങളെല്ലാം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാതാവ് എന്ന് പേരുമുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. അപ്പോൾ ഖുർആനിലെ ആഴമായ സൂറത്തിൻ്റെ ഒരു ചെറിയ ആശയമെങ്കിലും നാം മനസ്സിലാക്കേണ്ടതാണല്ലോ. അത് നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിലൂടെ ആരംഭിച്ച് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യം തന്നെ നാം തിരഞ്ഞെടുക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്നർത്ഥം. സൂറത്തുൽ ഫാത്തിഹക്ക് ധാരാളം സവിശേഷതകളുണ്ട്. അതെല്ലാം ഇപ്പോൾ എണ്ണിപ്പറയുന്നില്ല. ഫാത്തിഹ സൂറത്തിന് 20ഓളം പേരുകൾ തന്നെ മുഫസ്സിറുകൾ നൽകിയതായി കാണാൻ കഴിയും. ഒന്നാമത്തെ പേര് ഫാത്തിഹ എന്ന് തന്നെയാണ്. കാരണം ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തുറക്കുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയാണല്ലോ ആദ്യത്തെ, നമ്മുടെ നിലവിലുള്ള മുസഫിലെ ആദ്യത്തെ സൂറത്ത്. അതുകൊണ്ട് അതിന് ഫാത്തിഹ എന്ന് പേരുണ്ട്. ഫാത്തിഹത്തുൽ കിതാബ് എന്നും പേരുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ തുടക്കം എന്ന അർത്ഥത്തിന് ഫാത്തിഹത്തുൽ കിതാബ് എന്ന പേര് ഫാത്തിഹക്കുണ്ട്. മൂന്നാമതായി നേരത്തെ സൂചിപ്പിച്ച ഉമ്മുൽ ഖുർആൻ എന്ന പേര്. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ മാതാവ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ വിശുദ്ധ ഖുർആനിലെ സർവ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചത് ഫാത്തിഹ സൂറയിലാണ്. അപ്പോൾ ഖുർആനിൻ്റെ ഒരു അടിത്തറ എന്ന് ഫാത്തിഹയെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അതിന് ഉമ്മുൽ ഖുർആൻ എന്ന് പേരുണ്ട്. പിന്നെ സൂറത്തുൽ കൻസ്, നിധി എന്നർത്ഥമുള്ള കൻസ് എന്ന സൂറത്ത്. കാരണം ലിഅന്നഹാ നസലത്ത് മിൻ കൻസിൻ തഹ്തൽ അർഷ്, അർഷിൻ്റെ താഴ്ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട നിധിയായിരുന്നു അത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. അഞ്ചാമതായി സൂറത്തുൽ കാഫിയ, മതിയാക്കുന്നത്. കാരണം സൂറത്തുൽ ഫാത്തിഹ ഏത് കാര്യത്തിനും മതിയായതാണ്. അതുകൊണ്ട് അതിന് കാഫിയ എന്ന പേരുണ്ട്. അതുപോലെ വാഫിയ എന്നും പേരുണ്ട്. കാരണം വാഫിയ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുന്നത് എന്നാണ്. കാരണം എല്ലാ കാര്യവും പൂർത്തിയാക്കി തരാൻ അത് മതി. ഏഴാമതായി സൂറത്തു ഷാഫിയ, സുഖമാക്കുന്നത് എന്നതിന് പേരുണ്ട്. ഏത് പ്രശ്നവും, സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെ അത് സുഖമാക്കി തരും. എട്ടാമതായി സൂറത്തു ഷിഫ, രോഗശമനത്തിനുള്ള സൂറത്ത് എന്നർത്ഥത്തിന് സൂറത്തു ഷിഫ എന്നും ഫാത്തിഹയ്ക്ക് പേരുണ്ട്. മാത്രമല്ല ഇന്നഹാ ഷിഫാ മിൻ കുല്ലി ദാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹ എല്ലാ രോഗത്തിനും ഷിഫയാണ്. ഒമ്പതാമതായി അസ്സബുൽ മസാനി എന്ന് നേരത്തെ ഹദീസിൽ പറഞ്ഞ മുത്തുനബി തന്നെ പേര് വിളിച്ച ആ വാക്ക്, സബുൽ മസാനി എന്ന പേര് വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്തുണ്ട്. അതുപോലെ പത്താമതായി സൂറത്തു നൂർ,
നൂറുൽ ഖുർആൻ എന്നാണല്ലോ നമ്മുടെ ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ പിന്നെ ഫാത്തിഹയ്ക്ക് തന്നെ സൂറത്തു നൂർ എന്ന് പേരുണ്ട്. സൂറത്തു നൂർ എന്ന പേരിൽ മറ്റൊരു അധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്. എങ്കിലും ഫാത്തിഹക്കും സൂറത്തു നൂർ എന്ന് പേരുണ്ട്. പിന്നെ സൂറത്തു റുഖിയ, മന്ത്രത്തിനുള്ള സൂറ എന്നൊരു പേരുണ്ട്. ഫാത്തിഹ ഓതി മന്ത്രിക്കാറുണ്ട്. മുത്തുനബിയുടെ കാലത്ത് തന്നെ ഫാത്തിഹ ഓതി മന്ത്രിച്ച ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ. അപ്പം മന്ത്രം അതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. 12-ാമതായി സൂറത്തുൽ ഹംദി വ ശുക്ർ. സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ശുക്ർ എന്ന പേരുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന സൂറത്ത്. പിന്നെ സൂറത്തു ദുആ എന്നു പേരുണ്ട്, പ്രാർത്ഥനയ്ക്കുള്ള സൂറ. 14-ാമതായി സൂറത്തു തഅലീമിൽ മസ്അല, ചോദിക്കാൻ പഠിപ്പിക്കുന്ന സൂറത്ത്. കാരണം അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാനുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹ. നിസ്കാരത്തിൽ നമ്മളതാണല്ലോ ഓതുന്നത്. അപ്പം എങ്ങനെയാണ് അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഫാത്തിഹയുടെ ഘടന. അതുകൊണ്ട് അതിന് തഅലീമുൽ മസ്അലത്ത് എന്ന് പേരുണ്ട്. പിന്നെ സൂറത്തുൽ മുനാജാത്ത്, അഭിമുഖ സംഭാഷണം നടത്തുന്ന സൂറത്ത്. അതാണല്ലോ നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നാൽ അള്ളാഹുവുമായി നാം അഭിമുഖം നടത്തുന്നത് ഈ സൂറത്ത് ഓതിക്കൊണ്ടാണ്. അതുകൊണ്ട് സൂറത്തുൽ മുനാജാത്ത്, അഭിമുഖ സംഭാഷണത്തിൻ്റെ അധ്യായം എന്നു പേരുണ്ട്. പിന്നെ സൂറത്തു തഫ്വീദ്, നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് ഈ സൂറത്തിലൂടെ. അപ്പോൾ സൂറത്തു തഫ്വീദ് എന്ന പേരുണ്ട്. പിന്നെ സൂറത്തു സുആൽ, അള്ളാഹുവിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ ചോദ്യവും പഠിപ്പിക്കുന്നുണ്ട്. ചോദിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്നു, അതോടൊപ്പം ചോദ്യവും പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സൂറത്തു സുആൽ എന്ന പേരുണ്ട്. പിന്നെ സൂറത്തു ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മുൽ കിതാബ് എന്ന് പേരുണ്ട്. പിന്നെ ഫാത്തിഹത്തുൽ ഖുർആൻ എന്നും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. വെറും ഫാത്തിഹ എന്നല്ല, ഫാത്തിഹത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ പ്രാരംഭം. പിന്നെ സൂറത്തു സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ സൂറ. നിസ്കാരത്തിൽ അതോതാതെ കണ്ടൊരു നിസ്കാരവും ഇല്ലല്ലോ. ലാ സലാത്ത ലിമൻ ലം യഖ്റ ഇല്ല ലാ സലാത്ത ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്ത ഒരു നിസ്കാരവും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സൂറത്തു സ്വല എന്ന പേരുണ്ട്, നിസ്കാരത്തിൻ്റെ സൂറ. ഇങ്ങനെ 20ഓളം പേരുകൾ പ്രധാനമായി ഈ സൂറക്ക് പറയപ്പെട്ടിട്ടുണ്ട്. ആ ഓരോ പേരിൽ നിന്ന് തന്നെ ഈ സൂറത്ത് എന്തിനൊക്കെ ഉള്ളതാണ് എന്ന് ഒരു ഏകദേശ രൂപം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതിനു വേണ്ടിയാണ് സൂറത്തിൻ്റെ പേരും അതിൻ്റെ അർത്ഥവും ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂറയിലേക്ക് കടക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.